ഹലോ ഫ്രണ്ട്സ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതേ ഒരു ടോട്ടൽ ലാൻഡ് എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലത്താണ്. ഇതൊരു പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതുവരെ കാണാത്തൊരു സ്ഥലം. ഇവിടുത്തെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ നമ്മൾ അയ്യന്തോളാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് സ്ഥലം വരുന്നത്. ഞാനതന്ന് ഇതിൻ്റെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യന്തോളാണെന്ന്. അപ്പോൾ ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എൻട്രി ഫീ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് മാത്രമാണ് എൻട്രി ഫീ ഉള്ളൂ. നമുക്ക് പേരൻസിന് പറഞ്ഞെങ്കിലോ അല്ലെങ്കിൽ വലിയ ആളുകൾക്കൊന്നും വേണ്ട, നമ്മളവരും കൊണ്ട് പോയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ടോട്ടൽ ലാൻഡ് എന്ന് പറയുന്ന സംഭവം. ഇതെനിക്ക് തോന്നുന്നത് ഒരു വീടായിരുന്നു, അതിന് ശേഷം ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തതാണെന്നാണ് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ അതേ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. ഇത് സംഭവം നല്ലൊരു പുതിയൊരു ഇത് തന്നെയാണ്. ചാരോട് ഒന്ന് കണ്ടുപിടിച്ച, അവൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടുപിടിച്ച. ഇതിപ്പോൾ എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. സത്യത്തിൽ അതല്ല, ഞാനങ്ങനെ അഭിനയിച്ചാണ്. കാരണം എനിക്ക് ഈ വീഡിയോ എടുക്കാനൊന്നും വലിയ ധാരണ സത്യത്തിലില്ല. ഇതിൻ്റെ ഫുൾ ഐഡിയ അവളാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ചാരു ഈ സൈക്കിൾ കണ്ടപ്പോൾ പറയാം എനിക്ക് ഇങ്ങനത്തെ സൈക്കിൾ വേണമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിള്ളേരുകൾക്ക് പറ്റി ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ അടുത്ത് മേടിച്ചു തരാൻ പറഞ്ഞാൽ നമ്മൾ പെട്ടു പോകും. എന്നാലും ചാരുവിന് ഈ സൈക്കിളല്ല, വീട്ടിലുള്ള 3 ചക്രമുള്ള സൈക്കിൾ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞ് ഞാൻ ഒതുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചെറിയൊരു വെയിലുണ്ട് കേട്ടോ, അതാണ് ഇപ്പോൾ നമ്മൾ അധികം ഇവിടെ കളിക്കാൻ നിൽക്കുന്നില്ല. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങളുള്ളത്. അതായത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുള്ളത് ഇതിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ ഈ പുറത്തെ സാധനങ്ങൾക്ക് അതേപോലെ തന്നെ അകത്തെ സാധനങ്ങൾക്കൊക്കെ നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അത് കൃത്യമായിട്ട് ഇതിന് എത്രയാണെന്നുള്ളത് സത്യത്തിൽ ഞാൻ മറന്നുപോയി. എന്നാൽ അങ്ങനെയാണ്. ഇത് കണ്ട, ഇതൊരു പ്ലേ ഗ്രൗണ്ടാണ്. ഇത് കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാൻ, ബോളൊന്നും പുറത്തേക്ക് പോകാണ്ട് വലയൊക്കെ അവർ കെട്ടി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പക്ഷികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവർക്ക് തീറ്റ കൊടുക്കാൻ, അതേപോലെ പട്ടിക്കുട്ടികളെ എടുക്കാൻ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, ഈ പട്ടികളൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അതുകൊണ്ടാണ് ഇത്ര വളരെ കൂളായിട്ടാണ് അവർ എടുത്തേക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചു കേട്ടോ. അപ്പോൾ അവർ പറയില്ല. പക്ഷേ ഇങ്ങനെ എടുക്കാനായിട്ട് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ ആ ബാധിക്കാൻ പോയില്ല, വളരെ ദൂരെ നിന്നിട്ട് വീഡിയോ എടുത്തുള്ളൂ. ഇപ്പുറത്തെ പക്ഷികൾക്കും നമുക്ക് വേണമെങ്കിൽ ഫീഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. തീറ്റയൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതെടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് വളരെയധികം ഒരു എന്താ പറയുക, ഭയങ്കര സന്തോഷം തരുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതിൽ വേറെ സംശയമൊന്നും ഇല്ല. അപ്പോൾ ചാരു ഇവിടെ വെയിലൊന്നും നോക്കാതെ നല്ല കളിയിലാണ് കേട്ടോ. അതിപ്പോൾ വരും ഈ സൈക്കിൾ എന്നാണ് ആളുടെ മെയിൻ സംഭവം. ഈ സൈക്കിൾ ആൾ ഇറങ്ങിയിട്ടില്ല. സൈക്കിൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇത് കണ്ട, ഈ ബോൾ എറിഞ്ഞ് ഈ ഹോളിൽ വീഴ്ത്തണം. ഞാനൊരു 25 പ്രാവശ്യമെങ്കിലും വീക്കിയിട്ടുണ്ട്. ആ ഹോളിൽ പോയിട്ട് ഒരു ഏരിയയിൽ പോലും വീണില്ല. അതേ ഇവിടെ പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ബൈക്ക്, കാറ് സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇത് കുറേ കുട്ടികൾ വരുമ്പോൾ ഇതൊക്കെ ഓടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ. പക്ഷെ ഞങ്ങൾ നേരത്തെ വന്ന കാരണം നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ചാരു ഭയങ്കര സന്തോഷത്തിലാണ്. ഈ ബൈക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ പേടിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ മേടിച്ചു കൊടുക്കാൻ പോണില്ല എന്നുള്ള കാര്യം ചാരുവിന് അറിയാം. പിന്നെ അതേപോലെ ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഇത് കണ്ടിട്ടാണ് അത് പോവാ. അത് കഴിഞ്ഞിട്ട് ഇതാണ് മെയിൻ സംഭവം. ഇതാണ് ടോട്ടൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ. ഇത് കണ്ടിട്ടാണ് അവൾ ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നത്. നമ്മൾ കയറുമ്പോൾ തന്നെയുള്ള എൻട്രൻസ് ആണ്. ഇത് കണ്ട, ഒരു സൂപ്പർ മാർക്കറ്റ്. അതേപോലെ തന്നെ ഇതിപ്പോൾ ഒരു എന്താ ഐസ്ക്രീം കാഫേ അല്ലേ ചാരു? അപ്പോൾ കണ്ട, ഇത് നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഒന്ന് മേടിക്കണം ഏത് ഐസ്ക്രീം ആണ്. അപ്പോൾ ചാരു എടുത്തു തരും. ഇതാണ് വെജിറ്റബിൾ. അപ്പോൾ ഇവിടെ വന്ന് അവർ കടക്കാരനാവും. അപ്പോൾ അവർ ഈ സാധനങ്ങൾ മുഴുവൻ അയച്ചു തരും. അങ്ങനത്തെയാണ് സംഭവം. ഇതെന്തിട്ടായിരുന്നു? വെജിറ്റബിൾ അല്ലേ? ഇത് ചാരുവിന് അവിടെ വേറൊരു ഫ്രണ്ടിനെ കിട്ടിയതാണ് കേട്ടോ. പക്ഷെ ഇവര് അങ്ങനെയൊന്നും പേരറിയാം എനിക്ക്. ചോദിച്ചപ്പോ പറഞ്ഞില്ല. ഇവള് ചോദിച്ചിട്ട് പറഞ്ഞില്ല തോന്നുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞു. പിന്നെ എൻ്റെ മോൻ്റെ മുന്നേ അവള് മുടിക്കുകയാണല്ലോ, എല്ലാ കാര്യം കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. ഇത് വേറൊരു സംവിധാനമാണ്. ഇത് എന്തിട്ടാന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ചാരുവിന് ഇതിനെ പറ്റിയൊക്കെ വലിയ അറിവാന്നെ ചാരുവിൻ്റെ വിചാരം. പക്ഷെ ഒരു തേങ്ങ ഓർമ്മയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പം അങ്ങനെയാണ്. ഇത് കിച്ചണാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് എന്തിട്ട് വേണമെങ്കിലും കുക്ക് ചെയ്യാം. ഗ്യാസാണ് ഇരിക്കുന്നത്, കുറേ പാത്രങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇത് കുട്ടികൾക്കാണ് ഈ സംഭവം മെയിനായിട്ട്. നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് കളിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. നമുക്കവിടെ എൻജോയ് ചെയ്യാം. ഇടയ്ക്ക് ഒരു ഐസ്ക്രീം വേണമെന്ന് ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് അവിടെ ഒരു ഐസ്ക്രീം വേണമെന്ന് പറയാം. അത് വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് നമുക്ക് ആലോചിക്കാം. അതെ, ഇപ്പതേ അവർ ഐസ്ക്രീം തരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് മേടിക്കാൻ വരാൻ പറയണത്. അപ്പോൾ ഞാൻ പോയി ഐസ്ക്രീം മേടിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഇവിടെ എൻ്റെ അടുത്ത് പൈസ ചോദിച്ചു, പക്ഷെ ഞാൻ പൈസ കൊടുത്തില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ അതിലിപ്പോൾ കുട്ടികൾക്ക് ബില്ലടിച്ച് കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലുണ്ട്, അതിൽ ബില്ലടിക്കാനുള്ളത്. സൂപ്പർ മാർക്കറ്റിലല്ലേ? സൂപ്പർ മാർക്കറ്റിലാണ് ബില്ലടിക്കാനുള്ള സംവിധാനം ഉണ്ടായി. അതെ, ഇതിൽ ബില്ലടിക്കാനുള്ള സംവിധാനം ഉണ്ട്. ആ കമ്പ്യൂട്ടറിലൊക്കെ ബില്ലടിക്കാം.
ചാരുവിന് ഈ സ്ഥലം ഇതുവരെ പോയാൽ ഇത്ര കാലം ലുലുമാളായിരുന്നു കൊച്ചിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. ഇപ്പം അതിനേക്കാളും ഇഷ്ടമുള്ള സ്ഥലമാണ് ടോട്ടൽ ലാൻഡ്. പക്ഷെ നമ്മളിനി പോവില്ല എന്നുള്ള സത്യം. ആ പിന്നടി ബർത്ത്ഡേക്ക് എന്തായാലും പോവില്ല. കാരണം ജൂൺ 6 ആയിരുന്നു കൊച്ചിന്റെ ബർത്ത്ഡേ. അല്ല വരാൻ പോണത്. ഇപ്പൊ ഒരു മാസം പോലും ആയിട്ടില്ല. അത് വിട്. കണ്ടിക്ക് ഇത് വോയിസ് റെക്കോർഡാട്ടാ. അപ്പൊ ഇത് അടുത്ത സ്ഥലമാണ് കേട്ടോ. ഇത് ഡോക്ടർ ആവാൻ പറ്റും ഇവിടെ. കാരണം കൊച്ചി പഠിച്ച ഡോക്ടർ ആയില്ലെങ്കിലും ഇതിലെങ്കിലും ഡോക്ടർ ആവട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇതേ കൊച്ചു ഡ്രസ്സൊക്കെ ഇട്ട് ഓപ്പറേഷന് പോവാണ് കേട്ടോ. എൻ്റെ അടുത്ത് അവിടെ വന്ന് കിടക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കിടന്നില്ല ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. കാരണം അവിടെ കത്തി സാധനങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ കുത്തി ഇറക്കി. അപ്പൊ അങ്ങനെ അതേ കുട്ടികൾക്ക് ഇതേ അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഒറിജിനൽ കത്തിയെന്ന് ചോദിച്ചിട്ടാണ് നിൽക്കാൻ. അതേ മാമന് ഓപ്പറേഷൻ ചെയ്യാൻ പോകണ്ടായി. അപ്പം മാമൻ്റെ ഡ്രസ്സ് കൊടുത്ത് രക്ഷപ്പെട്ടു. ദേ ഇപ്പം അമ്മയുടെ BP നോക്കുന്നുണ്ട്. ചക്കീൻ്റെ BP നോക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളത് സമ്മതിച്ചില്ല. അപ്പം അങ്ങനെ കൊച്ചു ഭയങ്കര എൻജോയ് ചെയ്ത് ഇവർക്ക് കളിക്കാനുള്ളതാണ് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കുട്ടിപ്പോരൊക്കെ പണ്ടുണ്ടാക്കി കളിച്ചത് നമ്മൾ ഇത് കാണുമ്പോൾ ഓർത്തു. പക്ഷേ ഇത് ഏസിയാണ്. കുട്ടിപ്പോരയിൽ അന്ന് ചൂടെടുത്ത് ഉള്ള ചൊറിയും തുമ്പിയും കടിച്ചും കൊണ്ട് ഞങ്ങൾ ഓടിയ കാലൊക്കെ ഇപ്പം നമുക്ക് നല്ല ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അതേ ആള് ബില്ലടിച്ച് ഇവിടുന്ന് ഇറങ്ങണം എന്നില്ല. അതെ ഇത് ഇപ്പം ഇത് വെജിറ്റബിൾ മാർക്കറ്റ് അല്ലേ? ഇതേ സാധനങ്ങളൊക്കെ ഇതിൽ നമുക്ക് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ഇങ്ങനെ ഡ്രിങ്ക്, പിന്നെ അങ്ങനെ പൊടി, പിന്നെ വെള്ളങ്ങളൊക്കെ ഇങ്ങനെ കുടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇത് കട്ടൊക്കെ ചെയ്ത് കാശിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ആ പൈസ കൊടുത്തിട്ട് മേടിക്കാം. പക്ഷെ നീ എനിക്ക് തന്നില്ലല്ലോ പൈസ. അതിന് രണ്ടെണ്ണം അച്ഛൻ വന്നില്ലേ, അമ്മ വന്നുള്ളൂ. അമ്മ വന്നോളൂ അല്ലേ? അപ്പൊ അതെ അമ്മ പൈസ ഒക്കെ കൊടുത്ത് വാങ്ങിച്ചു. ഇത് അടുത്ത സ്ഥലമാണോ? ഇത് ക്ലാസ് റൂമാണ്. പക്ഷെ അവിടെ ഇല്ല. അത് ക്ലാസ് റൂമാണ്. ഇതിപ്പോ നമുക്ക് ഈ പോണ ഈ ലെവലിൽ പോണം. ഇതൊക്കെ കുട്ടികൾക്കുള്ളൊരു ഗെയിംസ് ആട്ടാ. ഇതിൽ പറയുന്ന പോലെ പോകണം. ചാരുത ആദ്യം പോകാനൊക്കെ നോക്കണ്ടായി. എന്നാലും ആൾക്കത് അത്രയ്ക്ക് ഇഷ്ടമായില്ല. കാരണം കുറച്ച് ഹാർഡ് വർക്കിംഗ് ഉണ്ട്. അല്ല അതിൽ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനാണെങ്കിലും പെടും. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റണതല്ല മോളെ. അല്ല കുട്ടികളെ കൊണ്ട് പറ്റും. ഞങ്ങളെ പോലെ പ്രായമായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അത്രയ്ക്ക് എളുപ്പമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞ് ചാരുവിന് ഇവിടെ നിന്ന് വരണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് കുറേ കഴിഞ്ഞപ്പോൾ ബോറടിച്ച് തുടങ്ങി. കാരണം ഇവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ആളുകൾക്ക് ഇതിൽ ഒരു പരിധി ഉണ്ടല്ലോ. ഇതേ അവിടെയുള്ള വേറൊരു ഗെയിമാണ്. ഇതൊരു പ്ലെയിനാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ പ്ലെയിൻ നേരത്തെ കാണിച്ചില്ലേ, അതിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അത്. പിന്നെ ചാരു അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ കയറി മറിഞ്ഞ് നടക്കണമൊക്കെ ഉണ്ട്. ഈ സമയത്ത് ചാരു താഴെയാണ്. ഞാൻ മുകളിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അതേ അവളത് അടുത്ത സ്ഥലത്ത് എത്തിയിട്ടാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ സെക്ഷൻ. ഇതാണ് ഇവിടെ ചാരുവിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ചാരുവിന് നേരത്തെ കണ്ട സ്ഥലമാണ് കൂടുതൽ ഇഷ്ടമായാലടി. പക്ഷെ ഇവിടെ എന്നാലും കുറച്ചും കൂടി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല സൗകര്യമുള്ള സ്ഥലമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് ഇവിടെയാണ്. അവള് അവിടെ കളിക്കുന്നുണ്ട്. ഞങ്ങളിത് ഇതൊക്കെ നോക്കുന്നുണ്ട്. ഈ ബോളിലൊക്കെ ചാരി കിടന്ന് മറയുന്നുണ്ട്. നിനക്കല്ല സുഖം ഉണ്ടായി, ഞങ്ങൾക്ക് വലിയ സുഖം ഉണ്ടായില്ല. നീ അല്ല ബോൾ കളിച്ചാൽ ഞങ്ങൾക്ക് എന്തൊരു സുഖം. അപ്പൊ അതേ ബോളിന്റെ ഞങ്ങള് ഫോട്ടോസ് എടുത്തു. ചാരി അവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ ഇത് സിമെന്റ് അല്ല, വേറെ ഒന്നും സംവിധാനം വെച്ചിട്ട് ഉണ്ടാക്കിക്കണതാണ്. ബാലു ചക്കീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സമയത്ത് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് നടന്നു. ഇത് ആ സെക്ഷനിലുള്ളതാണ്. ഇതൊക്കെ AC ആണ് കേട്ടോ. അതായത് നമുക്ക് ചൂടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ പോയത് ശരിക്കും പറഞ്ഞെങ്കിൽ മെയ് മാസത്തിൽ നല്ല ചൂടുള്ള സമയത്താണ് പോയത്. ഇപ്പോൾ ചൂടില്ലാത്ത ഒരു വലിയൊരു ഗുണം തന്നെയാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസൊക്കെ നമ്മൾ റീലാക്കിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നേരം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കണ്ടോ. വലിയ ഭംഗിയൊന്നുമില്ല കാരണം ഞങ്ങളായ കാരണം. എന്നാലും മാക്സിമം എഡിറ്റ് ചെയ്ത് നല്ല ഗ്ലാമറാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ചാരി ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി. ഇതിൻ്റെ ഉള്ളിലും ബോളല്ലേടി? ഇതിൻ്റെ ഉള്ളിലും ബോൾ തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട കൊട്ടാരം പോലുള്ള സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു വഴിയല്ലേ. എന്നിട്ട് ഇത് ഇങ്ങനെയാണ് മോളിലേക്ക് പോകട്ടെ. പിള്ളേരുകൾക്ക് ചെറിയ എന്താ പറയുക ഒരു എക്സസൈസൊക്കെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും അത്രയ്ക്ക് ഇതൊന്നും പറയാനുമില്ല. എന്നാലും സംഭവം കൊള്ളാം. നമുക്ക് ഒരു വട്ടമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് അല്ലേ? ഒരു വട്ടം പോകാനുള്ളല്ലോ ഉള്ളോ ചാരു? അവൾക്ക് എത്ര വട്ടം പോയാലും മതിയാവില്ല. പക്ഷെ ഞങ്ങളിൽ പോവില്ല. നോക്കട്ടെ, നമുക്ക് ആലോചിക്കാം കേട്ടോ. പിന്നെ ആലോചിക്കണ്ട ഇങ്ങനെ തീരുമാനിക്കേ. പിന്നെ ഞങ്ങൾ പോയത് മെയിലാണ്. ഇപ്പോൾ പറയുന്നത് ബർത്ത്ഡേക്ക് പോകണം. അവളുടെ ബർത്ത്ഡേ ജൂൺ 6 ആണ്.
അപ്പോൾ എങ്ങനെ ശരിയാവാം. ഇനി ഈ ബർത്ത്ഡേ കഴിഞ്ഞ് പിന്നത്തെ ബർത്ത്ഡേ കഴിഞ്ഞ് പിന്നത്തെ 3-4 ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പോവാം. ഇതേ ഇപ്പൊ ചാരുതേ കപ്പല് നമുക്ക് ആലോചിക്കാം. അപ്പൊ ദേ ഇവരവിടെ ഇപ്പൊ ഇവരവിടെ ഭയങ്കര കളിയാണ്. ദേ മാമനൊക്കെ വിളിച്ചിട്ട് പോയി. ചക്കീന് പാവം കിടന്ന് ഉറങ്ങി. ചക്കീനെ കൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. ചക്കി അവിടെ കളിക്കായിരുന്നു. ഇവൾക്കാണ് കുറുമ്പ്. ഇവളുടെ അടുത്ത് ഞാൻ ഈ കോണിൽ കൂടെ നടക്കാൻ പറഞ്ഞതാണ്. അതിനുള്ള അവൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ദേ മാമൻ ചക്കീനെ എടുത്ത് ചക്കീനെ ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ദേ മാമൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ കിടന്നു. പാവം ബോറടിച്ച് ആള് കിടന്നു കേട്ടോ. ചക്കിതേ ഉറങ്ങി തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു ചക്കി ഉറങ്ങിന്ന്. ഇത് നമ്മൾ മറ്റേ സ്ഥലത്തുള്ളൊരു ഇതാണ്. ഇതെന്നിട്ട് സംഭവം എന്ന് വെച്ചാൽ ഇതിൽ നല്ല നമ്മൾ ഈ വീടുകളൊക്കെ ആക്കി കളിക്കുന്ന ചെറിയ കട്ടകളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അതുപോലെ തന്നെയുള്ള ഒരു സെറ്റപ്പാണ്. സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതേ ചാരു പക്ഷെ ചാരു ഉണ്ടാക്കിയതൊന്നും ശരിയായി കേട്ടാ. ഇത് കണ്ട ഈ സാധനം ഞാനൊന്നും ട്രൈ ചെയ്ത് നോക്കിട്ട്. അത് മാഗ്നറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതുകൊണ്ട് നമുക്ക് മാഗ്നറ്റിക് ആയിട്ട് കിച്ചണില് ടോസ്റ്റ് ഒക്കെ ഉണ്ട്. ബ്രെഡ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ബ്രെഡ് ഇതാക്കില്ലേ, അങ്ങനെ എന്തൊക്കെ ഉണ്ട്. നല്ല മാഗ്നറ്റിക് ആയിട്ടായിരുന്നു ആ സാധനങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളും കുറെ സാധനങ്ങൾ ഉണ്ടാക്കി. ഇത് നമ്മള് കളിപ്പാട്ടങ്ങളൊക്കെ കാണുന്ന കട്ടകള് ഇതുകൊണ്ടൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ കളിക്കാം. ഇത് ഞങ്ങൾ പോയപ്പോ അധികം കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായി. അല്ലെങ്കിൽ കുറെ പേരും കൂടി ആവുമ്പോൾ കുറച്ചും കൂടി ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാണ്. ചാരു തകർത്തു. നമുക്ക് അത്രയ്ക്കും വലിയൊരു എൻജോയ്മെന്റ് എന്ന് പറയാനില്ല പ്രായമായിട്ടുള്ള ആൾക്കാർക്ക്. ഇതിന് സമയമുണ്ട് കേട്ടോ. പക്ഷെ നാളുകളൊന്നും ഇല്ലാത്ത കാരണം അവർ നമ്മളെ എന്താണെന്ന് പറയുമ്പോഴെങ്കിലും കളിക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. സത്യത്തിൽ സമയമുണ്ട്. ഇപ്പൊ ചാരു അടുത്തന്റെ മോളിക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയാട്ടോ. അതിപ്പോ കയറുണ്ടായിരുന്നു. ആരാണ്ട് മോളിൽ പോയിപ്പോ കയർ അവിടെ ഇട്ടു എന്നാണ് അവിടെ പറയണത്. അത് കറക്റ്റാണ്. അവള് ഇപ്പൊ ഞങ്ങൾ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവളുടെ അടുത്ത്. പക്ഷെ അവൾക്ക് അങ്ങോട്ട് പോരാനായിട്ട് ഒട്ടും താല്പര്യമില്ല. എന്താ ചെയ്യാ. അപ്പൊ ഞാനും ഋഷിയും ഈ സമയത്ത് ഈ വീഡിയോ ഒക്കെ മാമൻ എടുക്കണം. ഞങ്ങളവിടെ ഇങ്ങനെ ഓരോ സെൽഫി ഒക്കെ എടുത്തത് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ചെയ്തോണ്ടിരിക്കണ്. ഇപ്പൊ മാമനാണ് കൂടുതലും വീഡിയോ എടുക്കണത്. അപ്പൊ അതേ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പൊ ഞാൻ ഒന്നും കൂടി എൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ എടുത്തതാണ്. ചാരിൻ്റെ ഇവിടെ നിന്ന് പോരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് അത്യാവശ്യം ഉച്ചയ്ക്ക് പോയി അങ്ങനെ വിശന്നൊക്കെ തുടങ്ങി. പിന്നെ നെഹദീന്ന് മന്തി മേടിക്കാമെന്ന് ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മന്തി കഴിക്കാനായിട്ടുള്ള ഒരു ആലോചനയിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ അവിടെ ഒന്നും കൂടി പോകണതിൻ്റെ ഭാഗമായിട്ട് ഒന്നും കൂടി എല്ലാവരുടെയും ഒന്ന് തൊട്ടും പിടിച്ചും തലോടിയും പോവാണ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ടോട്ടലാൻഡിക്ക് പോയതിന് അവർക്കത് വളരെയധികം സന്തോഷമായിരിക്കും. നമുക്ക് അത്രയ്ക്ക് ഇല്ലെങ്കിലും അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ചാരു പോരാനായിട്ട് ചാരുവിന് മാത്രമാണ് താല്പര്യമില്ല. ബാലൊക്കെ പറഞ്ഞു നമുക്ക് നേരത്തെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു കുറച്ച് നേരം കൂടി കഴിയട്ടെ, എനിക്ക് ഒന്നും കൂടി സൈക്കിൾ പോകണമെന്ന് പറഞ്ഞിട്ട് ഈ സ്കേറ്റിംഗ് സ്കൂട്ടറുമ്പോൾ അവൾ ഒന്നും കൂടി കയറാണ്. അപ്പോൾ ഞങ്ങൾ നിർബന്ധിക്കുന്നുണ്ട് വേഗം വരാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ വരാനായിട്ട് താല്പര്യമൊന്നും കാണിക്കുന്നില്ല. എന്നാലും അവസാനം ഞങ്ങൾ പൊക്കിയെടുത്തിട്ട് പോവാണ്. അപ്പോൾ ഈ അവസാനം ഒന്നും കൂടി ആൾ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ആയിക്കോട്ടെ. അതൊക്കെ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.